മിനിറ്റുകളായിരിക്കുന്നു. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ആവശ്യമാണ്. ഈ ഭാഗത്തു നിന്നൊക്കെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ ഫയർഫോഴ്സുകൾ ആവശ്യമാണ്. കൂടുതൽ ഫയർഫോഴ്സുകൾ വരുന്നുണ്ട്. ചേട്ടാ, എത്ര നേരമായി ഇത് എത്തിപ്പിടിച്ച ഒന്നൊന്നര മണിക്കൂറായി. അത് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ സർവീസ് ഒരു വണ്ടിയെ കൊണ്ട് ഈ നേരത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ സർവീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സർവീസ് പയ്യന്നൂരിൽ കണ്ണൂരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പരമാവധി ഈ ഭാഗത്തു നിന്ന് മാറ്റുന്നുണ്ട്. കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അതായത് ഏത് നിമിഷവും ഇത് ഈ തീപിടുത്തം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം അവിടെയുണ്ട്. അതൊക്കെ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകളെ പരമാവധി അവിടെ നിന്ന് മാറ്റുന്നത്. ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കുറേ നേരമായി ഈ തീപിടുത്തം തുടങ്ങിയിട്ട്, പക്ഷേ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നതാണ് നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഭാഗത്തൊന്നും തീ അണയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. മറ്റ് ഇതിൻ്റെ പിൻഭാഗമുണ്ട്, അത് നിറയെ കടകളുള്ള സ്ഥലമാണ്. അവിടെ നിന്നുമാണ് ഈ തീ പടർന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് തീ അണയ്ക്കാൻ ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വശത്ത് തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുന്നതേ ഉള്ളൂ. തീ ജപിച്ചപ്പോൾ തന്നെ മറ്റ് കടകളിലേക്ക് പടരുന്നു. അതൊരു വലിയ തുണിക്കടയാണ്. ആ തുണിക്കടയിലേക്കാണ് ഇപ്പോൾ തീ എത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ആ തുണിക്കടയും കത്തി തുടങ്ങിയെന്നതാണ്. അതായത് ഇതിനോട് ചേർന്ന് നമ്മൾക്ക് കാണുന്ന ആ തുണിക്കടയാണ്. ആ തുണിക്കടയിലേക്ക് ഇപ്പോൾ ആ തീ പടർന്നിരിക്കുന്നു. ഇനി അതൊരു വലിയ തുണിക്കടയാണ്. അപ്പോൾ ആ തുണിക്കടയിലേക്കും ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് വലിയ രീതിയിൽ തീ ആളിക്കത്താനുള്ള സാധ്യതയാണ് ഇനിയും ഉള്ളത് എന്നതാണ്. അതുകൊണ്ട് അതിവേഗം തീ അണയ്ക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് അവിടേക്ക് നേരിട്ടെത്തി ഒരുപക്ഷെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയേക്കില്ല. കുറച്ച് മാറി ഒരു അകലം പാലിച്ചുകൊണ്ടാണ് തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നത്. വലിയ തീപിടുത്തം ആ തുണിക്കടയിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടതല്ല, തൊട്ടപ്പുറത്തെ തുണിക്കടയിൽ വലിയ തീപിടുത്തമാണ്. ആ തുണിക്കട തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് വലിയ തീപിടുത്തം അവിടേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റാണ് ഈ ദേശീയ പാതയോരത്ത് ഉള്ളത്. മറ്റൊരു യൂണിറ്റ് പിറകിലുണ്ട്. ദേശീയ പാതയോരത്തുള്ള ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നു, വെള്ളം ചീറ്റുന്നു. പക്ഷേ അത് അതിവേഗം അത് പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം അത്രയേറെ വലിയ വ്യാപ്തിയിലുള്ള തീപിടുത്തമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്.